ഇന്ന് നമ്മൾ ഇൻട്രോ ഒന്നും ഇല്ല കേട്ടോ, നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇന്ന് സത്യത്തിൽ വേറൊരു കടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു 3 പഴം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മക്കൾക്കൊന്നും കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കൂല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച്, മറ്റൊരു സിനിമയിൽ ഡയലോഗ് പറഞ്ഞ മാതിരി ഇതിൻ്റെ ചായ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ പിന്നെ എല്ലാവരും ഇതുകൊണ്ട് കഴിച്ചോളും. അപ്പോൾ ഞാൻ ഇതിട്ടൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിക്കണമെന്ന് തോന്നുന്നത്. ഒരുപാട് പേര് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ട്രൈപ്പോഡ് ചാടി പോകണ്ടേ. അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. വളരെ സിമ്പിളാണെന്നാൽ നല്ല ടേസ്റ്റ് വേണം. പഴക്കൊന്ന് ചെറുതാക്കി നുറുക്കി കൊടുക്കണം കേട്ടോ. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ കൈയ്യേറ്റ് ഇങ്ങനെ ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉടച്ചെടുക്കും ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കി കൊടുക്കുന്ന, പിന്നെ നമുക്ക് ഉടക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ നുറുക്കി വെച്ചു. ഇനി നമുക്കിത് ഉടച്ചെടുക്കാം. ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരം കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഉടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൈയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർക്കില്ലേ അതിട്ട് ഉടച്ചെടുത്താലും മതിട്ടല്ല. അതുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെറുപഴമായിട്ട് ഉണ്ടാക്കണക്കാട്ടും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതേപോലത്തെ നേന്ത്രപ്പഴമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തോന്നൽ. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ പഴത്തിൽ തന്നെ ഉണ്ടാവും കുറച്ച് വെള്ളം. അപ്പോൾ ഞാനത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 1/4 കപ്പോളം തേങ്ങ ഒക്കെ ഉണ്ടാവും. തേങ്ങ ഇല്ലാതെ ഇത് ഉണ്ടാക്കട്ടോ. പക്ഷെ തേങ്ങ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒന്നുകിൽ മൈദപ്പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി. അപ്പം എൻ്റെ കയ്യിൽ മൈദപ്പൊടി ഇല്ല. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഇല്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. രണ്ടുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പൊടി കൊടുന്ന പാടൊന്ന് അരിച്ച് നോക്കിയിരിക്കണം. അപ്പോൾ കച്ചറൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഒന്നുകിൽ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എളുപ്പപ്പണിയാട്ടോ നോക്കണത്. പെട്ടെന്ന് കാര്യം കഴിയണമല്ലോ. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വൈകുന്നേരം ചായക്കടി വേണ്ടി വരും. അപ്പോൾ ഞാൻ വേറൊരു സ്നാക്സാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, അരിപ്പൊടി കൊണ്ടുള്ള. അത് നാളെ ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കുറച്ച് ഏലക്കായൻ്റെ പൊടി കേട്ടോ. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരക്ക് ഇത്ര അളവെന്ന് കറക്റ്റ് ഒന്നുമില്ല കേട്ടോ. പഞ്ചസാരക്ക് എത്രയും കുറച്ച് ഇടണോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ എന്താ 2 ടേബിൾ സ്പൂൺ, ഇത് ഒരു ടേബിൾ സ്പൂണിൻ്റെ ആണ് കേട്ടോ കണക്ക്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കഴിക്കുന്നതൊന്നും അത്ര നല്ലതൊന്നുമില്ല. കഴിവതും നമ്മൾ പഞ്ചസാരൻ്റെ ഉപയോഗം കുറച്ചാൽ അത്രയും നല്ലത്. ഇതിപ്പോൾ തന്നെ എന്താ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എന്നാലും ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ. കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക. എന്നാലും ഓവറായിട്ട് തിക്കും ആവരുത്, നല്ലോണം ഇട്ട് ലൂസും ആവരുത്. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഒരു കൈക്കണക്കാണ് കേട്ടോ ഞാൻ ഇട്ടൊക്കെ വെക്കുന്നത്. നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയട്ടത് എത്ര ഉണ്ട് എന്നൊക്കെ. കപ്പളവൊക്കെ പറയണമെങ്കിൽ ഒരു 1.5 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ഞാൻ നുള്ളിപ്പൊരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇടാം.
ചിലർ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. പിന്നെ പഞ്ചസാര കൂടി പോകരുത് കേട്ടോ. പഞ്ചസാര കൂടി പോയാൽ എന്താ വെച്ചാൽ പുറത്ത് പെട്ടെന്ന് അങ്ങോട്ട് കളറ് ചേഞ്ചായിട്ട് ഒരു ഗോൾഡൻ കളർ മാതിരിയൊക്കെ ആവും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം എണ്ണ ചൂടാക്കി എടുത്തിട്ട് പിന്നീട് ഇത് മീഡിയം ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് നല്ലോണം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതായി ഒരു പരുവാക്കി എടുക്കട്ടോ. ഇതിൽ നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല. ആ പഴത്തു നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നുള്ളിടാൻ കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് ബോൾ പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ബോൾ പോലെ ഇട്ടോക്കട്ടെ. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വെന്തിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കൂടെയുള്ള ബെൽ ബട്ടണും കൂടിയൊക്കെ ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കേണ്ടി. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫാമിലി ഗ്രൂപ്പും സ്കൂൾ ഗ്രൂപ്പും അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ. നമുക്ക് ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് നമ്മളെ വ്യൂസൊക്കെ ഡൗൺ ആയിപ്പോയിട്ടാണ്. ചില വീഡിയോസിനൊക്കെ നല്ല വ്യൂസുകൾ വന്നിരുന്നു. ഫസ്റ്റ് പേയ്മെൻറ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, വ്യൂസൊക്കെ ഡൗൺ ആയി. അപ്പം എല്ലാവരും തിരിച്ച് കയറാനൊന്ന് സഹായിക്കുക. ഇതിപ്പോൾ ഞാനിതിങ്ങനെ കുറച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിട്ടപാട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ കളറൊക്കെ ചേഞ്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇതധികം ഓയിൽ കുടിക്കൊന്നുമില്ല, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അതുകൊണ്ട് അധികം ഓയിലൊന്നും കുടിച്ചിട്ടില്ല. ധൃതിക്കാരൊക്കെ ഇതാ എടുത്തുകൊണ്ട് പോകണുണ്ട് അല്ലേ. എൻ്റെ മിറാനും അക്ഷമനായി കാത്തു നിൽക്കുകയാണ്. എൻ്റെ തല തകാം ഉണ്ടല്ലേ, ചൂടുണ്ട് ചൂടുണ്ട്. ഊതിക്കണം ഊതിക്കണം. വേഗം കൊടുക്കും കുട്ടിക്ക് ഊതിയിട്ട്. എന്നിട്ടപ്പോൾ നമ്മളെല്ലതും ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിൽ ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ചായക്കൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഇത് പുറത്ത് നല്ല ക്രിസ്പിയാണത്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പഴത്തിൻ്റെയും തേങ്ങൻ്റെയും ഒക്കെ ടേസ്റ്റ് നല്ലോണം എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.